ഹേ ഗായ്സ്, കൊച്ചിയിലുള്ള ഗ്രാൻഡ് ഹയാത്തിൽ റമദാൻ ശേഷമുള്ള നെക്സ്റ്റ് ഡേ പോയിട്ട് ഫുഡ് അടിക്കുന്ന ഒരു ചെറിയൊരു വ്ളോഗാണേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഗ്രാൻഡ് ഹയാത്തിൽ പോകുന്നത്. എപ്പോഴും ഇങ്ങനെ അതിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ ആലോചിക്കണം, ഗ്രാൻഡ് ഹയാത്തിൽ പോകണം, ഒരു ദിവസം അവിടെ പോയി സ്റ്റേ ചെയ്യണം, ഫുഡ് അടിക്കണം. സോ ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ പോയി കുറേ ഫുഡ് ഓർഡർ ചെയ്തു. പിസ്സ, അപ്പം, ബീഫ് കറി, പിന്നെ അങ്ങനെ കുറേ, പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ. ഓ ഗൈസ്, സ്വീറ്റ് പൊട്ടാറ്റോ ഭയങ്കര ടേസ്റ്റായിരുന്നു. എനിക്ക് തോന്നുന്നു ലൈഫിൽ കഴിച്ച ഏറ്റവും അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്വീറ്റ് പൊട്ടാറ്റോ ആണെന്ന് കഴിച്ചത്. അത്രയും ക്വാളിറ്റി ഉള്ള ഫുഡാണ് അവർ സെർവ് ചെയ്യുന്നത്. പിന്നെ ഒരു ചെമ്മീൻ ഫ്രൈ മേടിച്ചായിരുന്നു, ഓർഡർ ചെയ്തായിരുന്നു. വന്നു, ആവി പറക്കണ ഇങ്ങനെ അത്രയും യമ്മായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീൻ, ഭയങ്കര ടേസ്റ്റായിരുന്നു. എല്ലാവരും ടേസ്റ്റ് ചെയ്തു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. എനിക്ക് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ്, അടിപൊളിയായിരുന്നു. ചേച്ചീനോട് ചോദിച്ചപ്പോൾ ചേച്ചി ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു, സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് എനിക്കും ഇഷ്ടപ്പെട്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചെമ്മീൻ. പിന്നെ റാൻ ബിരിയാണി, അതവിടുത്തെ റമദാൻ കഴിഞ്ഞിട്ടുള്ള സ്പെഷ്യൽ റാൻ മട്ടൻ ബിരിയാണി ആയിരുന്നു. ഞങ്ങൾ റാൻ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അലിസ്റ്റർ ബൈ റാൻ ബിരിയാണിയുടെ കൂടെ അവിടെ പപ്പടം ഉണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു, പിക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അലിസ്റ്റർ ബൈ എടുത്തു. അലിസ്റ്റർ ബൈ ചോദിച്ചപ്പോൾ അലിസ്റ്റർ ബൈക്ക് സൂപ്പർ ആണെന്ന് പറഞ്ഞു. സ്റ്റീവിൻ്റെ അടുത്ത് വെച്ചപ്പോൾ സ്റ്റീവിന് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞാൻ ചോദിച്ചായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട കഴിച്ചതിൽ ഇഷ്ടപ്പെട്ട ബിരിയാണി ഇതാണെന്ന് വെച്ചപ്പോൾ കഴിച്ചതിൽ ഇതിലും സൂപ്പർ ബിരിയാണി കഴിച്ചിട്ടുണ്ട് ഈ ബിരിയാണിക്ക്, പക്ഷേ ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് സ്റ്റീവ് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. കുറേയൊന്നും ഞാൻ എടുത്തില്ല, കുറച്ചേ എടുത്തുള്ളൂ. ബട്ട് ആ കുറച്ചുള്ള ബിരിയാണി, കാരണം വയറ് നിറച്ച് കഴിക്കണമെന്നുണ്ടായിരുന്നില്ല, അതിൻ്റെ ടേസ്റ്റ് അറിയണമെന്നായിരുന്നു. അത് കഴിച്ച് ഓ ഗൈസ്, വായിൽ വെച്ചപ്പോഴേക്കും അതിങ്ങനെ അലുത്ത് വയറുള്ളിലോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുപോലത്തെ സോ യം. പിന്നെ ഞാൻ അവിടെ കുറേ എന്നെ തന്നെ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കുന്ന, ഞാൻ എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഒരു ഫൺ. അത് ചുമ്മാ എൻ്റെ കുറേ എക്സ്പ്രഷൻസൊക്കെ ഇപ്പോൾ കാണാൻ ആരും അറിയും ഞാൻ. അങ്ങനെ ബിരിയാണി പിന്നെയും ഞാൻ എടുത്തില്ല, ഉള്ള ബിരിയാണി തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ എടുക്കണ്ടെന്ന് മീൻസ് ഓവറായിട്ട് കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഉള്ളത് എനിക്ക് ഇച്ചിരി ആണെങ്കിൽ അത് നല്ല ടേസ്റ്റായിട്ട് കഴിക്കണം, ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടു അങ്ങനെ പറയാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു ജിഞ്ചർ ഗാർലിക്കൊക്കെ ഉള്ള ഒരു ബണ്ണല്ല, ഒരു റസ്ക് പോലത്തെ ഒരു സാധനം കൂടെ ഞാനെടുത്ത് കഴിച്ചു. എനിക്ക് അതും ഇഷ്ടപ്പെട്ടു. 2-3 പീസസ് അത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് അത് ഞാൻ കഴിച്ചായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരെ പറ്റി കുറ്റങ്ങളല്ല കേട്ടോ, എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ വന്ന്. ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ പോയത് ഡെസേർട്ട്, സ്വീറ്റ്സ്, ഇതിൻ്റെ ഒരു സെക്ഷൻ, വലിയൊരു സെക്ഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് സ്വീറ്റ്സ്, എൻ്റെ വായിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം സ്വീറ്റ്സാണ്. മേ ബി അതുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ തടിച്ചിരിക്കുന്നത്. കാരണം ഞാൻ സ്വീറ്റ്സ് വാരിക്കോരി തിന്നും. പഞ്ചസാരയല്ല കേട്ടോ, പക്ഷേ സ്വീറ്റായിട്ടുള്ള ഐറ്റംസ് എനിക്ക് എൻ്റെ വായിൽ എനിക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് സ്വീറ്റ്സാണ്. മലായി, ഗുലാബ് ജാമുൻ, പേട, ലഡ്ഡു, ഐസ്ക്രീംസ്, ഡെസേർട്ട്സ്, കേക്ക്, കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഐസ്ക്രീമിൻ്റെ തന്നെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. മാംഗോ, ചോക്ലേറ്റ്, കോഫി, അങ്ങനെ. പിന്നെ ഫ്രൂട്ട്സ്, മാംഗോസ്, വാട്ടർമെലോൺ, കട്ട് ഫ്രൂട്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കട്ട് ഫ്രൂട്ട്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഇഷ്ടമാണ്. കാരണം ഭയങ്കര സ്വീറ്റ് ആണല്ലോ അതുകൊണ്ടായിരിക്കാം. സ്വീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നും ഇപ്പോഴും ഇഷ്ടമാണ്. ഷുഗർ കട്ട് എന്നൊക്കെ പറയില്ല മാത്രമേ ഉള്ളൂ. എനിക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ക്രേവിങ്സാണ് സ്വീറ്റ്സിനോട്. അങ്ങനെ അത്യാവശ്യം സ്വീറ്റ്സൊക്കെ കഴിച്ച് ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റീവിനെയും അലിസ്റ്റർ ബൈനെയും കാണുന്നില്ല. നോക്കിയപ്പോൾ രണ്ടാളും കൂടെ അവിടെ പുറത്ത് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. ഞാനും അവിടെ പോയി നോക്കിയപ്പോൾ നല്ല അടിപൊളി വിശാലമായൊരു സ്വിമ്മിങ് പൂൾ. കണ്ടിട്ട് കൊതിയായി. അവിടെ ഒരു ദിവസം പോയി സ്റ്റേ ചെയ്യണം, അവിടെ പോയി ഒന്ന് സ്വിമ്മിങ് പൂളിലൊന്ന് അർമാദിക്കണം, ഒരു ആഗ്രഹം. സ്റ്റീവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഓക്കെ നമുക്ക് പോകാം, ഒരു ദിവസം പോയി സ്റ്റേ ചെയ്യാം. കാരണം അവിടെ നമ്മൾ റൂം എടുത്താൽ മാത്രമേ നമുക്ക് സ്വിമ്മിങ് പൂളിൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പോകാം എന്നൊരു പ്ലാനുണ്ട്. ഞങ്ങളെന്തായാലും പോകും.
എനിക്ക് അവിടുത്തെ വ്യൂ, അവിടുത്തെ ആംബിയൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളവിടെ റൂം എടുത്താലും ഇതൊക്കെ നമുക്ക് അവിടെ പോയി ഒന്ന് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു, എൻജോയ് ചെയ്തു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് പ്രോമിസസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ എന്തായാലും ഇനി ഒന്നും കൂടി വരും. ബൈ.